Good morning, sir. Yes. Good morning, Sricha. Good morning, sir. Yes. Good morning, Shia. Srijanൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. അതെ സർ, കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. 2 ക്ലാസ്സിൽ ഞാൻ കേറിയില്ല, മിസ്സായി പോയി. Okay. Yes. Good morning to all. ആരംഭിച്ചാലോ നമുക്ക്? Let us start. Okay. Yes. അപ്പൊ നമ്മള് റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ ഏത് ടെൻസിലോട്ട് മാറ്റണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ അതിന്റെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ ഷിയ? Yes, sir. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ്. അടുത്ത ഒരു ടെൻസ് തന്നിട്ട് ആ ടെൻസിൽ വരുന്ന വാചകം ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ വരുന്നത് ആ ടെൻസിൽപ്പെട്ട വാചകമാണ് എങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, പുതിയൊരു ടെൻസ്. ഓക്കെ, ഓക്കെ ശരി. യെസ്, എക്സാമ്പിള് ഞാൻ പറയുകയാണ്, അത് എഴുതിയെടുത്തിട്ട് നമുക്ക് പറയാം. She said, SAID, she said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. The boy is playing. The ball is playing. 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 Inverted comma close here. Okay. അപ്പൊ നമുക്ക് ഇനി എഴുതണ്ട. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകത്തില് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇതുവരെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ദ ബോയ് ഈസ് പ്ലേയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദ ബോയ് ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസി അത് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? The boy is playing എന്ന് പറയുമ്പോൾ ഏതാണ് ടെൻസ്? യെസ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. Present continuous. ഓക്കെ ലിമിഷ, ഇറ്റ്സ് കറക്റ്റ്. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബ് എഴുതി, അതിന്റെ കൂടെ ING ചേർക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ദ ബോയ് ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താണ്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ മനസ്സിലായി. ഓക്കെ, അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോ ഏത് ടെൻസിലേക്ക് മാറ്റണം? ആർക്കെങ്കിലും പറയാമോ? Past continuous. വെരി ഗുഡ്. അതെങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിയത്. അപ്പൊ ഏതൊക്കെ സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളത് മറന്നു പോകാതിരിക്കാൻ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇപ്പൊ നമ്മൾ പറഞ്ഞത്
പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഉടനെ അത് എങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഓക്കെ, പരീക്ഷയ്ക്കൊക്കെ കുട്ടികളൊക്കെ എഴുതുമ്പോഴേ, നിങ്ങളുടെ മക്കളൊക്കെ എഴുതുമ്പോൾ ഇത് ടെൻസ് തന്നെ കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പകുതി മാർക്ക് കൊടുക്കും. ടെൻസ് തന്നെ കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതിയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ടെൻസ് കറക്റ്റ് ആ ടെൻസിലേക്ക് കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പകുതി മാർക്ക്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് ആയ വാചകത്തെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താണ്? ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, പിന്നെ ing എഴുതുന്നു. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ആ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത് ലിൻഷ പിന്നെ ഒന്ന് പറഞ്ഞേ. സർ ഫസ്റ്റത്തെ കുറച്ച് കിട്ടിയില്ല. He said He in said Vietnam, that the boy is playing. he said that the boy was playing. Very simple, correct? He said that the boy was playing. Is playing or the okay, Srija, very good. The boy was playing. That's correct. Very good, very good, very good. Correct. Very good. Okay. അപ്പോൾ 4 എണ്ണം നമ്മൾ ഇതുവരെ പഠിച്ചു. സിമ്പിൾ പ്രസന്റ് എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ എങ്ങോട്ട് മാറ്റണം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങോട്ട് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഷിയ, കറക്റ്റ് ആൻസർ. യെസ്, വേറെ ഒന്ന് ഞാൻ പറയാം. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I am going, G-O-I-N-G. I am going home, H-O-M-E, home. I am going home. Inverted comma close here. He, inverted comma, he said it to me. He said, S-A-I-D, said to me. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നൊന്ന് ശ്രദ്ധിച്ചേക്ക. ഹീ സെറ്റ് എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് സെറ്റ് വെച്ച് പറയാമായിരുന്നു. ഹീ സെറ്റ് ടു മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് എന്ന് പറയരുത്, ടോൾഡ് എന്ന് പറയണം. ഹീ ടോൾഡ് ടു മീ ദാറ്റ്. ഓക്കെ, ബാക്കി നിമിഷ 2 പറഞ്ഞോട്ടെ. 2 അറിയാണ്ട് പറഞ്ഞു. ഹി ടോൾഡ് മീ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ശ്രീജ, അതിന് മുമ്പിൽ കുറച്ചുകൂടി ഉണ്ട്, അതുകൂടി ചേർത്തേക്കാം. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഗോയിങ് ഹോം. ഓക്കെ. യെസ്, ശരിയാണ്, ശരിയാണ്. ഓക്കെ. ആ ഓക്കെ, ഫലിതം കറക്റ്റ് ആണ്. യെസ്, അടുത്തൊരു വാചകം ഞാൻ വേറെ പറയാം. She said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. She said. I am hoping, H-O-P-I-N-G, hoping to meet him, M-E-E-T, meet him. She said, inverted comma, I am hoping to meet him. I am hoping to meet him. Okay, inverted comma close here, എഴുതിക്കോളൂ.
ശ്രീജ ഒരു ഐ വന്ന സ്ഥലത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നു. ബാക്കിയൊക്കെ ശരിയാണ്. ഐ മാറ്റിയില്ല. ഓക്കെ ലിൻഷ, വെരി ഗുഡ്. Okay, Shia, correct. Okay, Babita, correct. ആരെങ്കിലും ഓക്കെ ശ്രീജ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങളത് ചെറുപനോട് ഞാൻ വേറൊന്ന് മാറ്റി പറയുകയാണ്. She said. She said. She said. Inverted comma. It is very delightful. DELIGHTFUL. Delightful performance. 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 Inverted comma closing. He said it is very delightful performance. Okay. Yes. Anything. Okay, Srija. Okay, Linsha. Okay, Pavita. Okay, Shia. Yes. Okay, okay, okay. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കുന്നു. നമുക്ക് അതിന്റെ ഒന്ന് രണ്ട് കുറച്ചുകൂടി വലിയ വലിയ വാചകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. ഓക്കെ ഓക്കെ, ഇത് അങ്ങനെ ഉണ്ട് ഷിയ, പേടിക്കണ്ട, പുറയിൽ വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ 2-3 പേര് വിളിക്കുക പതിവാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയാറ്. ഇന്നിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ആർക്ക് പങ്കെടുക്കാം. ഇനിയിപ്പോ ആർക്കും അവസരം കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഷിയ, ഞാനിപ്പോ ആളുകൾ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റിയ ആള് നോക്കും. കാരണം അഥവാ ഉത്തരം പറയാൻ പറ്റുന്ന ആളാണ് നോക്കും. ഇപ്പോ ആർക്കും പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ള ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം 12 ചോദ്യങ്ങളുണ്ട്. ആ 12 ചോദ്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കണം. ആർക്കും ഉത്തരം പറയും.
അപ്പൊ അതിന് കുഴപ്പമില്ല, ആർക്കും ആൻസർ പറയാം. ഇനി മുമ്പെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇവിടെ ആ ഒരു നിയമങ്ങളും ഇല്ല. ഇത് ഓരോ ഡാഷുകളാണ്. ഡാഷ്, ആ ഡാഷ് ഇട്ട സ്ഥലമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പൂരിപ്പിക്കണം. എവിടെയൊക്കെയോ കേട്ട് മറന്ന ചിലപ്പോൾ ഒരു പ്രോവർബിന്റെ ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്കുണ്ട്. ഇത് ഗഹനമായിട്ടൊന്നും ചിന്തിക്കണ്ട. ഇത് കേൾക്കുമ്പോ ഹയർ ശ്രീജ ഫില്ലിംഗ് ബ്ലാങ്ക്സ് കേൾക്കുമ്പോ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് എന്താണോ അതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിങ്ങനെ പറയാം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു പ്രോവർബാണെന്ന് അറിയാം, എവിടെയോ ഇത് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കുറച്ച് പേരൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. വിൻസ് ദ റേസ്. അപ്പൊ റേസ് ആണ് വിട്ടുപോയിട്ടുള്ള പേര്. അതുപോലെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഫസ്റ്റ് തോട്ട്. ഓക്കെ, ഇതൊക്കെ എവിടെയൊക്കെയോ കേട്ട് പറഞ്ഞ വാക്കുകളും പഴഞ്ചൊല്ലുകളും എല്ലാമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്പൺ. അപ്പൊ ആർക്കും വേണമെങ്കിൽ ആൻസർ പറയാം കേട്ടോ, പറഞ്ഞ ആൻസർ തന്നെ പറയാം. അപ്പൊ നിങ്ങൾ ആ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാറ്റി പറയാം. ഞാൻ ശരിയായ ഉത്തരം പറഞ്ഞു കഴിയും എന്ന് ആദ്യമേ പറയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ആരും ഉത്തരം പറയില്ല. നിങ്ങളെ ചിന്തിച്ചോ. 2-3-5 പേര് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ശരിയായ ഉത്തരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആരെങ്കിലും ഉത്തരം പറയുന്നോട് ഞാൻ നോട്ട് ചെയ്തോളാം. ഓക്കെ, the first question is, shall I start? ആരംഭിക്കട്ടെ? Okay, the first question. Okay, Linsha, very good. A picture is worth a dash. A picture is worth, W-O-R-T-H, worth a dash. A picture, P-I-C-T-U-R-E. A picture is worth, W-O-R-T-H, worth dash, a dash. A picture is worth a dash. Road side. ഷിയുടെ അഭിപ്രായം പറഞ്ഞു. വ്യൂ. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. മാറ്റി പറഞ്ഞോ, ഓൾറെഡി പറഞ്ഞോ. ഇത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പല ചിത്രങ്ങളുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്യും. അപ്പൊ ഷിയ 2 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീജ പറഞ്ഞിട്ടുണ്ട് ആൻസർ. ലിൻഷ പറഞ്ഞിട്ടുണ്ട് ആൻസർ. യെസ്, ആർക്കെങ്കിലും പറയാം? ബബീത പറഞ്ഞിട്ടുണ്ട് മെമ്മറീസ്. ഓക്കെ, യെസ്. ഇനി ആർക്കെങ്കിലും? ഓക്കെ 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 ഓക്കെ. ഇനി ആർക്കെങ്കിലും തെറ്റിക്കോട്ടെ, ഏതാണ് പറയും. ലിത, ആതിര, റസീദ. യെസ്, ഓക്കെ ഓക്കെ. നിങ്ങളില് ഒരാൾ ഇതിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞു. സോ ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, ശ്രീജ, യുവർ ആൻസർ ഈസ് കറക്റ്റ്. ആൻസർ കറക്റ്റ് ആണ്. എവിടെയോ വായിച്ചിട്ട് ഓർമ്മയില്ല. അത് തന്നെയാണ് എവിടെയോ നിങ്ങൾ കേട്ട് കാണുന്നത്. വേറെ ഒന്നുമില്ല. ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 വാക്കുകൾക്ക് തുല്യമാണ്. അതാണ് ഒരു ചിത്രത്തിന്റെ പ്രത്യേകത. എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. നമ്മൾ റോഡരികില്, സ്കൂളിന്റെ അരികത്ത് ഒരു കുട്ടി ഒരു ബാഗുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ കാണാം, സ്കൂൾ കുട്ടി. അപ്പൊ അത് കാണുമ്പോൾ ഡ്രൈവർക്ക് അറിയാം ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ വികൃതികളായ കുട്ടികളുണ്ട്, അവര് റോഡിന് കുറുകെ ചാടാൻ സാധ്യതയുണ്ട്, സ്പീഡ് കുറച്ച് പോകണം. വേണ്ട,
എത്രയോ കാര്യങ്ങൾ എഴുതുന്നതിന് തുല്യമാണ് ഒരൊറ്റ പിക്ചർ. അപ്പോ അതൊരു ഒരു സേയിങ് ആണത്. എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. 1000 വാക്കുകളേക്കാൾ മൂർച്ചയുണ്ടാകും ഒരു പിക്ചറിന്. നിങ്ങളുടെ ജീവിതത്തോടൊന്ന് തിരിഞ്ഞു നോക്കുക. ചില സമയത്ത് നിങ്ങൾ കാണിക്കുന്ന നിശബ്ദതയ്ക്ക്, നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന നിശബ്ദതയ്ക്ക് 1000 വാക്കുകളേക്കാൾ മൂർച്ചയുണ്ടാവില്ലേ? അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന ചില നിശബ്ദതകൾക്ക് 1000 വാക്കുകളേക്കാൾ കൂടുതൽ മൂർച്ചയുണ്ടാവില്ലേ? അപ്പൊ നമുക്കൊന്ന് ആഗ്രഹിക്കാറില്ലേ, ഒന്ന് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലും, ഒന്ന് പിണങ്ങിയിരുന്നെങ്കിലും, 2 ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കാറില്ലേ? കേട്ടില്ല. അമ്മമാര് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ അമ്മമാര് മിണ്ടാതിരിക്കുന്നത് 1000 തല്ലിന് തുല്യവാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. നമ്മുടെ തല്ലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ തല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം, തല്ലിക്കൂടെ ഉപയോഗിക്കും. ഓക്കെ ഓക്കെ, ഞാൻ അതിന്റെ സിമിലാരിറ്റി പറഞ്ഞതാണ്. അപ്പൊ അതുപോലെയാണ് ഏത് എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. അപ്പൊ ശ്രീജ, യു ഗോട്ട് 1 പോയിന്റ് കേട്ടോ. ശ്രീജക്ക് 1 പോയിന്റ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ്, അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാവർക്കും അറിയാൻ പറ്റും. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. Every cloud has a dash. ലിൻഷിയുടെ ആൻസർ കണ്ടു. ശ്രീജയുടെ ആൻസർ കണ്ടു. ഷിയുടെ ആൻസർ കണ്ടു. ഒരു 5 ആൻസർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉത്തരത്തോട്ട് വരാൻ ചോദിച്ചാലും 3 കണ്ടു. ഇനി ആർക്കെങ്കിലും? യെസ്, ഇതും നമ്മൾ കേട്ടു മറന്നിട്ടുള്ള ഒരു സേയിങ്സ് തന്നെയാണ്. എവരി ക്ലൗഡ് ഹാസ് ഡാഷ്. അതില് കറക്റ്റ് ആൻസറാണ് 3 പേരും പറഞ്ഞത്. ശ്രീജ പറഞ്ഞതും ലിൻഷ പറഞ്ഞതും ഷിയ പറഞ്ഞതും കറക്റ്റ് ആൻസറാണ്. ഏതാണത്? എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓക്കെ, പക്ഷെ ആർഷ കടന്നു വരൂ. യെസ്, അപ്പോ ഇവിടെ നമ്മള് പോയിന്റ് ഞാൻ ലിൻഷയ്ക്ക് കൊടുക്കുകയാണ്. കാരണം ആദ്യം ആ ഉത്തരം പറഞ്ഞത് ആരാണ്? ലിൻഷയാണ്. ബാക്കിയുള്ള ഉത്തരം കൂടി നമ്മൾ ശരി വെച്ചു. ഓക്കെ 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 ഓക്കെ. യെസ്, ഇതുപോലെ പഴഞ്ചൊല്ലാണ്. നമ്മള് ക്ലൗഡ് എന്ന് പറയുന്ന മേഘമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് എവിടെയും വകയാണ്. ഒരു റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു കിരണത്തിന് എവിടെയെങ്കിലും അനുഭവമുണ്ടാകും. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is better to be safe than dash. It is better to be safe, S-A-F-E, than dash. ശ്രീജ ആൻസർ പറഞ്ഞു, ലിൻഷ ആൻസർ പറഞ്ഞു, ഷിയ പറഞ്ഞു. യെസ്, ഇനി ആരെങ്കിലും? ആർഷ, ഇവിടെ നമ്മള് യെസ്, ലിഖ പറഞ്ഞു. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസർ ഇത് കറക്റ്റ് ആണ്. അത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ബെറ്റർ സേഫ് ദാൻ സോറി.
ഈ സോറി എന്ന് പറയുന്ന ഒരു വേർഡ് അത് പറയുന്ന കോണ്ടസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇതിന്റെ ആൻസർ ആദ്യം കറക്റ്റ് പറഞ്ഞത് ശ്രീജയാണ്. അപ്പൊ ആ പോയിന്റ് ശ്രീജയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ട, ഇതൊരു ജസ്റ്റ് ഫോർ ഫൺ, തമാശയായിട്ട് എടുത്താൽ മതി. ഓക്കെ, മത്സരമായിട്ട്. യെസ്, അതായത് ഈ സോറി എന്ന് പറയുന്ന നമ്മളോട് തെറ്റ് ചെയ്യുന്ന ഒരാള് നമ്മളോട് സോറി എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. പോകും, അവന് തെറ്റ് മനസ്സിലായി. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ ബന്ധുവായ നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സോറി എന്ന് പറയുന്നതിന് വേറെ അർത്ഥം അല്ലേ? ആള് പോയി, രക്ഷിക്കാൻ പറ്റില്ല. യെസ്, ഓക്കെ ഓക്കെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. രക്ഷിക്കാൻ പറ്റാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ടു ബി സേഫ്. സേഫ് ആയിരിക്കുന്നത്, ടു ബി സേഫ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ വെരി ഗുഡ് കേട്ടോ, ആള് പോയി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെസസിറ്റി is the mother of dash. Necessity is the mother of dash. ശ്രീജയുടെ ആൻസർ കണ്ടു, ലിൻഷയുടെ ആൻസർ കണ്ടു. യെസ്. ഇനി ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടോ. ചിപ്പിയുടെ ആൻസർ കണ്ടു, ഷീയുടെ കണ്ടു. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ എഴുതിയേക്കുന്ന എല്ലാ ആൻസറും കറക്റ്റ് ആണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നെസസിറ്റി, അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കണ്ടുപിടുത്തത്തിന്റെ ഒരു അമ്മയാണ്. ആവശ്യ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കില്ല. ആവശ്യം എന്നുള്ളത് മാറിയിട്ട് ഒരു പടി കൂടി കയറി അത് അത്യാവശ്യമായി മാറുന്ന സമയത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻവെൻഷൻ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ ഷിയ പറഞ്ഞതും ലിൻഷ പറഞ്ഞതും ശ്രീജ പറഞ്ഞതും കറക്റ്റ് ആണ്. പക്ഷെ ആദ്യം വന്നത് ശ്രീജ ആയതുകൊണ്ട് ശ്രീജയ്ക്ക് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു മത്സരമല്ല, ഒരു സൗഹൃദം. യെസ്, ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്. പ്രാക്ടീസ് മേക്സ് ഡാഷ്. പ്രാക്ടീസ് മേക്സ് ഡാഷ്. ലിൻഷയുടെ ആൻസർ കണ്ടു, ശ്രീജയുടെ കണ്ടു, ഷീയുടെ കണ്ടു. യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ 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 ഓക്കെ. യെസ്, ലിത. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ആ വേർഡ് കറക്റ്റ് വന്നിട്ടുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് എന്തൊരു സംഗതിയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ആരാവും? അഗ്രഗണ്യന്മാരോ ഇല്ലേ? ബെസ്റ്റ് എക്സാമ്പിൾ പറയും, നമുക്ക് ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് ഒക്കെ ഉണ്ടാവും. വണ്ടി ഓടിക്കാതെ ഇരുന്ന് പിന്നെ ഓടിക്കാൻ നമുക്ക് പറ്റൂല. എല്ലാ ദിവസവും കുറേശ്ശെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളതിനകത്ത് പെർഫെക്റ്റ്. യെസ്. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതിനകത്ത് ലിത മാൻ പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ലിൻഷയാണ് ആദ്യം ആ വാക്ക് പറഞ്ഞത്, അതുകൊണ്ട് ലിൻഷയ്ക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. യെസ്. അപ്പോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ശ്രീജ. Don't count your chickens before dash. Don't count COUNT your chickens, CHICKENS. ലിൻഷയുടെ ആൻസർ കണ്ടു,
ശ്രീജനെ കണ്ടു. ആ ആർഷ 12 ഓക്കെ, ആർഷ എഴുതിയത് കണ്ടു. ഓക്കെ, ഷിയ എഴുതിയത് കണ്ടു. സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് പക്ഷെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. യെസ്, ഓക്കെ 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 യെസ്. ഇനി ആണെങ്കിലും ഓക്കെ. അപ്പോ എല്ലാവരും എഴുതിയത് കറക്റ്റ് ആണ്. ലിൻഷ എഴുതിയതും ഷീ എഴുതിയതും ആർഷ എഴുതിയതും എല്ലാവരും എഴുതിയത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് അതിന്റെ ചോദ്യം ഇതായിരുന്നു, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പേ നമ്മൾ എണ്ണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് മനക്കോട്ടകൾ ഇങ്ങനെ കെട്ടരുത്. അതാണ് ഇവിടെ പറയുന്നത്. എത്ര കുഞ്ഞുങ്ങൾ വിരിയുമെന്ന് നോക്കിയതിനു ശേഷമേ അത് നോക്കാവുന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. അപ്പോ ഈ ഉത്തരവും ആദ്യം പറഞ്ഞത് ലിനിഷ തന്നെയാണ്. അപ്പൊ ലിനിഷയ്ക്ക് ഞാനൊരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Absence makes the heart grow dash. Absence makes the heart grow. ഷിയയുടെ ആൻസർ കണ്ടു, ആർഷയുടെ ആൻസർ കണ്ടു, ശ്രീജിയുടെ ആൻസർ കണ്ടു. ഓക്കെ 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 ഓക്കെ. നഷ്വൊക്കെ വന്നോ? വെരി ഗുഡ് വെരി ഗുഡ്. ഞാനിവിടെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ നഷ്വ. യെസ്, ഓക്കെ 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 ഓക്കെ. സോറി, നോ പ്രോബ്ലം. യെസ്, നോ പ്രോബ്ലം. യെസ്, ഓക്കെ 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 ഓക്കെ. നോ പ്രോബ്ലം നഷ്വ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ ഞാൻ ആൻസർ പറയാം. നോക്കിയേ, ആബ്സെൻസ് മേക്ക് ദ ഹാർട്ട് ഗ്രോ. FOND, ഫോണ്ട്. ഓക്കെ, ഇതാണ്. എന്താ മനസ്സിലായില്ലേ? ചില ആളുകളെ നമ്മളെ കാണുന്നുണ്ടാവും. കാണാതിരിക്കുമ്പോഴാണ് എത്രമാത്രം നമ്മൾ അയാളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു മനസ്സിലാവും. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കും, ചിലപ്പോൾ തല്ലുപിടിക്കലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾ ഒരു ദിവസം വീട്ടിലില്ലാതിരിക്കട്ടെ, അപ്പോഴാണ് നമ്മൾ അറിയുള്ളൂ ആ ബോൾഡ്നെസ് ഓഫ് ലവ് അറിയുള്ളൂ. വിദേശത്ത് ആണെങ്കിൽ അത്ര അറിയാൻ പറ്റില്ല, കാരണം അതൊരു പ്രാക്ടീസ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ കാണാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ എത്രമാത്രം അല്ലെങ്കിൽ അവിടെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാനായിട്ട് പറ്റും. ഫോണ്ടോ. യെസ്, ലിത, വെരി ഗുഡ് വെരി ഗുഡ്. ലിത വളരെ ജീവിതം ഇഷ്ടമൊക്കെയുള്ള ആളാണുള്ളത്. കറക്റ്റ് ഓരോ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് അല്ലെ? വെരി ഗുഡ് വെരി ഗുഡ് ലിത, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യൂരിയോസിറ്റി killed dash. Curiosity killed dash. ലിൻഷയുടെ ആൻസർ കണ്ടു, ശ്രീജന എഴുതിയത് കണ്ടു, ഷിയാസിന്റെ കണ്ടു, നിശ്വ എഴുതിയിട്ടുണ്ട്, ലിത എഴുതിയിട്ടുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ചാളുകള് എഴുതിയിട്ട് മനസ്സിലുണ്ടാവും, അവരെ ആദ്യം എഴുതിയത് ഞാൻ എഴുതുന്നില്ല എന്നുള്ളത്, പക്ഷെ അവരുടെ മനസ്സിലുണ്ടാവും. യെസ്, ഓക്കെ ഓക്കെ. അങ്ങനെ മാറി നിൽക്കട്ടെ. അപ്പൊ എഴുതി കഴിയുമ്പോഴാണ് എനിക്കും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഓക്കെ, ഇത്രയും പേർക്ക് അറിയാലോ എന്ന് ചിന്ത വരുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ കറക്റ്റ് ആണ്. ക്യൂരിയോസിറ്റി കിൽഡ് ദി ക്യാറ്റ്, കറക്റ്റ് ആൻസർ ആണ്. ജിജ്ഞാസ നല്ലതാണ്, പക്ഷെ അമിതമായ ജിജ്ഞാസ ഒരിക്കലും നല്ലതല്ല. ഇവിടെയും ആദ്യം ഉത്തരം ഇത് പറഞ്ഞത് ആരാണ്? ലിൻഷയാണ്. അപ്പൊ ഞാൻ ലിൻഷയ്ക്ക്
ഒരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു 7 ചോദ്യം ചോദിച്ചു, 8 ചോദ്യം ചോദിച്ചു. ഇനി ഒരു 5 ചോദ്യം കൂടി ബാലൻസ് ഉണ്ട്. അപ്പോ ശ്രീജയ്ക്ക് ഒരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ലിൻഷയ്ക്ക് ഒരു 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഷിയക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. It's a very simple question. Every dog has a dash. ഓക്കെ, പവിത പറഞ്ഞിരുന്നു, ലിൻഷ പറഞ്ഞിരുന്നു, യെസ്, ശ്രീജ പറഞ്ഞിരുന്നു, ആർഷ പറഞ്ഞിരുന്നു, യെസ്, ഓക്കെ 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 ഓക്കെ. നിഷു പറഞ്ഞിരുന്നു, ഓക്കെ ഓക്കെ ഓക്കെ. ലിസ പറഞ്ഞു, ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. എനിക്കും ഉണ്ടാകും ഒരു ദിവസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല ആളുകളും വീമ്പടക്കാറില്ലേ? അത് ശരിയാണ്, ഒരു ദിവസം ഉണ്ടാവും. ഒരു ദിവസം ഇവരൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ദിവസം, ഇന്ന് നമുക്ക് മോശം ദിവസം ആയിരിക്കില്ല, ഒരു ദിവസം നമുക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം, അന്ന് നമ്മൾ കസറും. ഓക്കെ, നല്ല ദിവസം കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ പറയുന്നത് എനിക്കൊരു ദിവസം വരും. ഓക്കെ, എനിക്കൊരു ദിവസം വരും. അത് നമ്മൾ ആത്മവിശ്വാസം പോകാതിരിക്കാനും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോ ഇതെല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പിന്നെ പവിതയാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പവിതയ്ക്ക് ഒരു പോയിന്റ് അത് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് തിങ്സ് come to those dash. Good things come to those. ലിൻഷയുടെ ആൻസർ കണ്ടു, പിന്നെ ശ്രീജയുടെ ആൻസർ കണ്ടു, യെസ്, ഷിയയുടെ കണ്ടു, നിഷുയുടെ കണ്ടു, യെസ്, ആർഷയുടെ കണ്ടു, യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ആ ഉത്തരം അറിയാമെന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നിരുന്നാലും ആദ്യം പറഞ്ഞത് നമ്മുടെ ലിൻഷ ആയതുകൊണ്ട് ലിൻഷയ്ക്ക് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുക. യെസ്, ഓക്കെ 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 ഓക്കെ. അറിയാമെന്ന് പറയുന്നത് ഗുഡ് തിങ്സ് കം ടു ദോസ് ഹൂ വെയിറ്റ്. കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് നല്ല അവസരങ്ങൾ വരികയുള്ളൂ. കാത്തിരിക്കേണ്ടി വരും കുറച്ച്. യെസ്, ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ്, the grass is GRAS, grass. The grass is always greener. GREENER. The grass is always greener dash. ലിൻഷയുടെ ആൻസർ കണ്ടു, ആർഷയുടെ ആൻസർ കണ്ടു, ശ്രീജയുടെ ആൻസർ കണ്ടു, ലക്ഷ്മിയുടെ ആൻസർ കണ്ടു, ഷിയയുടെ കണ്ടു. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളൊക്കെ പിടുക്കന്മാരുണ്ട്, മിടുക്കികളാണല്ലോ. ഓക്കെ 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 ഓക്കെ. ഇത്രയും പേർക്ക് അത് അറിയാലോ. യെസ്, അപ്പൊ ഏതാണ്ട് ഈ ആൻസറും ആദ്യം കടന്നു വന്നത് ലക്ഷ്യയുടെ പവിത കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ലിൻഷയുടെ അടുത്തുനിന്നാണ്. അപ്പൊ ലിൻഷയ്ക്ക് ഞാൻ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ആർഷ തൊട്ട് പുറകിലുണ്ടായിരുന്നു, ചിലപ്പോ ഇങ്ങോട്ട് എത്തുന്നതിന് വന്ന് വഴി ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരെയാണ് നമുക്ക് പച്ചയെന്ന് തോന്നും, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇക്കരെയാണ് പച്ചയെന്ന് തോന്നും. അത്രയുള്ള സംഗതി. അത് മലയാളത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലീൻലിനെസ്, CLEANLINESS, cleanliness is next to dash. ശ്രീയുടെ ആൻസർ കണ്ടു, ഷിയുടെ കണ്ടു, ലിൻഷയുടെ കണ്ടു, ആർഷയുടെ കണ്ടു, ഷിയുടെ കണ്ടു, നിഷുയുടെ കണ്ടു. യെസ് 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 യെസ്. ഓക്കെ ഓക്കെ ഓക്കെ.
നിങ്ങൾ എല്ലാവരും എഴുതിയേക്കുന്ന ആൻസർ കറക്റ്റ് ആണ്, കൃത്യമാണ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. ഓക്കെ 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 യെസ്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? ദൈവികത്വമാണ്. വൃത്തിയുള്ളവനെ അടുത്ത സ്റ്റേജ് അതിനോട് കടന്നു പോകാൻ പറ്റുള്ളൂ. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഗോൾഡിനെസ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞത് ശ്രീജ ആയതുകൊണ്ട് ശ്രീജക്ക് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഐ എം കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, ഡോണ്ട് ബൈറ്റ് BITE, ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. Don't bite the hand dash. ലിൻഷിന്റെ ആൻസർ കണ്ടു, ശ്രീജിത കണ്ടു, ആഷയുടെ ആൻസർ കണ്ടു, നിഷു എഴുതിയത് കണ്ടു, ഷിയയുടെ ആൻസർ കണ്ടു. യെസ്, പവിത എഴുതിയ ആൻസർ കണ്ടു. യെസ്, ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മള് മലയാളത്തിൽ പറയില്ലേ, പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ പറയില്ലേ, അതുപോലെ തന്നെ പറയുന്നത് ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന കരങ്ങളിൽ നിങ്ങൾ കടിക്കരുത്, ദാറ്റ് ഫീഡ്സ് യു. അപ്പൊ ഇവിടെയും എല്ലാവരും എഴുതിയ ആൻസർ ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് അറിയുന്നതിനാണ് എനിക്ക് ഒരു സന്തോഷം. അപ്പോ ഈ ഉത്തരം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ലിൻഷിയാണ് ഈ പ്രാവശ്യവും ആദ്യം പറഞ്ഞത്. അപ്പൊ ലിൻഷിക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങളുടെ ആൻസർ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിങ്ങൾ പറഞ്ഞു. മാർക്കുകൾ രേഖപ്പെടുത്താതെ പോയവര് മോശക്കാരാണെന്ന് പറയില്ല, കാരണം സ്പീഡ് കുറച്ച് കുറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ഉത്തരം അറിയാലോ. അപ്പൊ അത് നിങ്ങൾക്ക് തരുന്ന പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുന്നു. ഉത്തരം പറഞ്ഞവർക്കും പറയാൻ മനസ്സിൽ പറഞ്ഞവർക്കും അതെനിക്കറിയാമല്ലോ ഇത് പറഞ്ഞവർക്കും ഞാൻ ഇതിലെന്താണെന്നറിയോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ വൈകാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അവരെ ഉത്തരം അറിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്ത് എത്തുമ്പോഴത്തേന് അപ്പത്തിന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, അതെനിക്കറിയാം. അത് കാരണം വെച്ചാല് ഉത്തരം പടപെടാതെ കയറി വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ അത് പെട്ടെന്ന് എത്തുന്നതാണ്. ഓക്കെ ഓക്കെ, ടൈപ്പിംഗ് സ്പീഡിലെ കുറവ് ഉത്തരം എത്തുന്നതിൽ വൈകിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ് കിട്ടിയ ആളുകൾക്ക് തൊട്ട് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് പോയിന്റ് കിട്ടാത്തവരും എന്നുള്ള കാര്യം എനിക്കറിയാം. ഇതൊരു മത്സരമായിട്ട് എടുക്കണ്ട, ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ എന്താ പറയാ ഒരു പ്രദർശനം. ഓക്കെ, അപ്പൊ ഷേഖിനകത്ത് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, പവിതയ്ക്കും കിട്ടിയിട്ടുണ്ട് ഒരു പോയിന്റ്, ശ്രീജക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ലിൻഷക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താ പറയാ ഇൻഡിവിജ്വൽ വിജയമായിട്ട് കാണേണ്ട, ഇത് എല്ലാവരുടെയും ഒരു വിജയമാണ്. ഇറ്റ് ഈസ് കോമൺ ടു ഓൾ. ഇത് നമ്മളൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ഞാനത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഒരു കാര്യം ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കുറച്ച് ഒരു ഐക്യവും അതിനോടൊപ്പം തന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ട ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റിയത്. ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻ ടു ഓൾ. ഓക്കെ, നമുക്ക് വീണ്ടും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മടങ്ങി വരാം. ഓക്കെ ഓക്കെ കവിത, വിശ്വ, ഓക്കെ യെസ്. ചോദ്യം ഓക്കെ 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇൻവെർട്ടർ കോമയിൽ ആരംഭിച്ചോളൂ. ഇൻവെർട്ടർ കോമയില് ഐ ആം സോറി, ഐ ആം സോറി, SORRY, ഐ ആം സോറി, കോമ, I cannot join, JOIN, join the march, MARCH, march. Inverted comma close zero. I will repeat the sentence. I am sorry, I cannot join the march, MARCH, march.
ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. എന്നിട്ട് സെഡ് SAID സെഡ് അലി ALI അലി. മാർച്ച് എന്ന് പറഞ്ഞാൽ ജാഥയാണ് കേട്ടോ, മാർച്ച്. ഓക്കെ. I am sorry, I cannot join the march. Said Ali. എപ്പോഴും ശ്രദ്ധിക്കണം, ഒന്നിലധികം ടെൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളണം. കവിത, ഒരു വാക്ക് എന്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. 2 വാക്കുകൾ പോയിട്ടുണ്ട്. നിഷ്വ, അതിന്റെ ഇടക്ക് ഒരു സെന്റൻസ് വിട്ടുപോയിട്ടുണ്ട്, ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു ക്ലോസ് വിട്ടുപോയിട്ടുണ്ട്. ശ്രീജ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. ലിൻഷയുടെ ആൻസർ വന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ് ആഷ, വെരി ഗുഡ്. യെസ്. പവിത, അതിന്റെ അത് ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ട്, അത് കൂടി ചേർത്ത്. ആ ഓക്കെ ലിൻഷ, വെരി ഗുഡ്. Okay, Shia, very good. ഇപ്പൊ ശരിയായല്ലോ ശ്രീജ. ഓക്കെ യശ്വ. Yes. Okay. I am sorry. അത്രയും ഉണ്ടായിരുന്നുള്ള സെന്റൻസ് എങ്കിൽ നമ്മൾ എന്താ പറയാ? ഹി വാസ് സോറി എന്നല്ലേ പറയുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നില്ല എങ്കിൽ. യെസ്. പിന്നെ I cannot, can, shall, will, may ഇത്രയും വന്നു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ ഫോം ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻ ആണെങ്കിൽ കുഡ് ഉപയോഗിക്കണം, ഷാൽ ആണെങ്കിൽ ഷുഡ് എന്ന് മാറ്റണം, മേ ആണെങ്കിൽ മൈറ്റ് എന്ന് മാറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇനി ചിന്തിക്കാം. ഐ ആം സോറി, ഐ കനോട്ട് ജോയിൻ ദ മാർച്ച്. എനിക്ക് ജാഥയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഐ എം സോറി. അലി സെഡ്. അലി സെഡ് ദാറ്റ് ഹി വാസ് സോറി. ഓക്കെ പവിത, വെരി ഗുഡ്. ഹി സെഡ് ദാറ്റ് he was sorry. I am sorry എന്നുള്ളത് he was sorry. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്റ്റൈൽ വന്നേക്കണേ. അപ്പൊ കണ്ടീഷൻ പോകും. He could not join the march. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിച്ചു കൊടുക്കുക. Why are you going on, GOING, going on strike, STRIKE? Why are you going on strike, STRIKE? Inverted comma close. Why are you
going on strike. ഇവിടെ ക്ലോസ് ചെയ്യാം. The reporter, R-E-P-O-R-T-E-R, the reporter said. ഇപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? Yes. Why are you going on strike? Question mark. Inverted comma close ചെയ്യുന്നു. The reporter said. ആ യു എന്നുള്ളതിന് ചേഞ്ച് വന്നില്ലല്ലോ. Okay, Reshwa, very good. Okay, Babida. Okay, Aksha. ഇപ്പൊ ഷിയ നേരത്തെ ചോദിച്ചില്ലേ, വേറെ വെച്ച് വരുന്നു, ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ ഷിയ. യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടി പറയാം. Why are you going on strike? Okay. Reporter said. The reporter asked. ചോദിച്ചു. എന്ത് ചോദിച്ചു? അത് നമുക്ക് ചെയ്യാം. അത് നമുക്ക് അടുത്ത സെന്റൻസ് ആയിരുന്നില്ലല്ലോ. അത് ആ ഒരൊറ്റ സെന്റൻസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. യെസ്, അങ്ങനെയുള്ള വരുന്നുണ്ട്. ടെമ്പററിയിൽ വരുന്നുണ്ട്. നമ്മൾ ആദ്യം എല്ലാ ടെൻസുകളും ഏത് ടെൻസിലേക്ക് മാറ്റണം എന്നെല്ലാം പറഞ്ഞ് അത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കെട്ടിയോട് പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ മാറ്റിയിട്ടേക്കണം. ഓക്കെ, അതോടൊക്കെ വരുന്നുണ്ട്, പിടിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ടെൻസുകളൊക്കെ ഒന്ന് കറക്റ്റ് ആവട്ടെ, ഏത് ടെൻസ് എങ്ങോട്ട് മാറ്റണമെന്നുള്ളൂ. അപ്പൊ ഇനി വരുന്നതിലേക്ക് 2-3 ടെൻസുകളൊക്കെ കയറി വരും. അപ്പൊ അങ്ങോട്ടുള്ള പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ 2 ടെൻസ് ഉള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാം. യെസ്, ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ, the reporter asked why we were going on strike. Okay. Next, he is, ഇവിടെ കോമൺ എഴുതുക, he is coming tomorrow, comma, mother, M-O-T-H-E-R, mother. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി പറയാം, he is coming tomorrow, comma, mother. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം said, S-A-I-D, said Sheila, S-H-E-E-L-A. ലിൻഷ, ആ മദർ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മാറ്റാം. ഒന്ന് മാറ്റിയിട്ട് നോക്കി, നേരത്തെ സെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. നിഷു, ചെറിയൊരു മാറ്റം വന്നുപോയി. ആരോട് പറഞ്ഞു എന്നുള്ളതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ നിഷ, അത് ആ സെറ്റ് എന്നുള്ളത് മാറ്റം. വേറെ ആളുടെ പേരോടെ വരുന്നുണ്ടല്ലോ, അപ്പൊ സെറ്റ് മാറ്റിയിട്ട് ഫോൾഡ് ഇതാക്കുക. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ സെറ്റ് പറഞ്ഞാൽ മതി. ഇത് വേറെ ഒന്നും പറയല്ലേ. യെസ്, ഓക്കെ. ഷിയ, ചെറിയൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറയാത്തൊരു മിസ്റ്റേക്ക്
അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിക്കാത്തൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ ആരെങ്കിലും കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇല്ലാണ്ടത്. ഓക്കെ 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 ഓക്കെ. ഒരു വാക്ക് മാറ്റിയിട്ട് പകരം വേറെ വേർഡ് ഇവിടെ വരും. അത് ഏതാണെന്ന് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. ആ ഓക്കെ. അതേ മിസ്റ്റേക്ക് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ കവിത, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആ ഓക്കെ ഓക്കെ. നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ആ ഓക്കെ ഷിയ. ഓക്കെ ഓക്കെ ഒരു നിമിഷം. ഓക്കെ 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 ഓക്കെ. നമ്മള് ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു, ഇപ്പോഴത്തെ ഇൻഡയറക്റ്റ് വാക്കില് ഗവരി. ആ ഓക്കെ 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 വെരി ഗുഡ്. ഏതൊക്കെ വാക്കുകൾ എങ്ങോട്ടൊക്കെ മാറും നമ്മൾ പറഞ്ഞല്ലോ. ഐ എന്ന് പറഞ്ഞാൽ ഹിയാവും ഷിയാവും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു ഏത്, ടുമാറോ എന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നത് മാറ്റിയത്. ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്ന് മാറ്റിയത്. അപ്പൊ കുറച്ചുപേർ ഇവിടെ കറക്റ്റ് ആയിട്ട് അത് ചെയ്തു. അപ്പൊ ആ ചെയ്യാത്തവരോട് പറയുന്നത്, ഇനി എവിടെയെല്ലാം ടുമാറോ കാണുന്നുണ്ടോ അവർക്ക് എന്ത് മാറ്റണം, ദ നെക്സ്റ്റ് ഡേ എന്ന് മാറ്റിയത്. ഓക്കെ, ബാക്കിയുള്ള കറക്റ്റ് ആണ്, ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ടുമാറോ ദ നെക്സ്റ്റ് ഡേ. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ചോദ്യം ഇതായിരുന്നു, ഹി ഈസ് കമ്മിങ് ടുമാറോ മദർ. അമ്മേ നാളെ അവൻ വരും. സെറ്റ്. അപ്പൊ ഷീല അമ്മയോടാണ് പറയുന്നത്, അമ്മ ഷീലയോടല്ല. ശ്രദ്ധിച്ചോളാം, സെറ്റ് ഷീല അമ്മേ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഷീല ടോൾഡ് മദർ ദാറ്റ് ഹി വാസ് കമ്മിങ് ദ നെക്സ്റ്റ് ഡേ. ഹി വാസ് കമ്മിങ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആവുമ്പോ നല്ല ഒരു പറയാൻ ഒരു ഊർജ്ജസ്വലതയൊക്കെ കാണും അല്ലേ. രണ്ടാമത്തെ ക്ലാസ് വരുമ്പോഴേക്കും അത് വിട്ടുപോകും അല്ലേ. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വെരി ഗുഡ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.